നമ്മളും ലൂസ് ചെയ്തിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ചില സബ്ജക്റ്റിൽ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള ചില കുട്ടികൾ മാത്രമേ കാണുള്ളൂ എല്ലാ സബ്ജക്ട്സിലും പാസ്സാവുന്നത്. അന്നൊക്കെ മാർക്സ് ആണ്, പക്ഷെ ഇപ്പൊ എല്ലാവരും പാസ്സാവുന്നുണ്ട് തോന്നല്ലേ. A, B ഒക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് പഠിക്കുന്നുണ്ട്. അഭിലാഷിന്റെ കാര്യം ഞാൻ പറയുക, അവർക്കും വെച്ചാല് അയൽവക്കത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പോലത്തേക്കുള്ള സിറ്റുവേഷൻസും സാഹചര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് ഒരു ക്യാരക്ടർ പോലും ഒരു സൂപ്പർ പവറുള്ള ഒരു കഥാപാത്രമല്ല. ഒരു മാസ് സിനിമ ഇപ്പൊ നമ്മൾ എടുത്താല്, മാസ് സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ പടം ഒരുപാട് നല്ലപോലെ തിയേറ്ററിൽ ഓടും, ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവും. പക്ഷെ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അകത്തെ ഹീറോ ആയിട്ട്. ചിലതൊരു സൂപ്പർ ഹീറോ ആയിരിക്കും. ഈ നമ്മളെ സിനിമകൾ കുറച്ചും കൂടെ ലോക്കലൈസ്ഡ് ആവുന്നുണ്ടല്ലോ. ലോക്കലൈസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന പോലെ കുറച്ചുകൂടെ റൂട്ടഡ് ആയിട്ട് പല നാടുകളിലുള്ള പല കഥകൾ പറയുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇത് ഒരു തരത്തിൽ അത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക കൂടെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴും കുറച്ചുകൂടെ നമ്മുടെ ചുറ്റുമുള്ള കഥകൾ പറയാനുള്ള ഒരു ക്യാൻവാസ് കൂടെ അവിടെ ഉണ്ടാവുന്നില്ലേ? ഞാൻ ഓസ്കറിനോട് ചോദിച്ചു. കുറച്ചുകൂടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കഥകൾ വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ കൂടെ കഥ നമ്മള് മുന്നേ പറയാറുണ്ട്, ഇല്ലങ്ങളിലെല്ലാം കഥകൾ താഴേക്ക് ഇറങ്ങി വന്നു എന്ന് പറയാറുണ്ട് മലയാള സിനിമയിൽ പ്രത്യേകിച്ചും. അപ്പം കുറച്ചുകൂടെ ലോക്കലായിട്ടുള്ള കഥകൾ വരുമ്പോൾ, അതായത് നമ്മുടെ ചുറ്റുമുള്ള കഥകൾ വരുമ്പം അത് കുറച്ചുകൂടെ ഒരു പല ആളുകളെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു ക്യാൻവാസ് ആവുന്നില്ലേ? ഡെഫിനറ്റ്ലി, ബിക്കോസ് ആൾക്കാർക്ക് ഈ റിലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം പണ്ടത്തെ ഒരു എക്സാമ്പിൾ, ഒരു മാസ് സിനിമ ഇപ്പൊ നമ്മൾ എടുത്താല്, മാസ് സിനിമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ പടം ഒരുപാട് നല്ലപോലെ തിയേറ്ററിൽ ഓടും, ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവും. പക്ഷെ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അകത്തെ ഹീറോ ആയിട്ട്. ചിലതൊരു സൂപ്പർ ഹീറോ ആയിരിക്കും അല്ലേ? സോ ഡെഫിനറ്റ്ലി നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ ഉള്ള ഇപ്പം മലപ്പുറത്ത് തന്നെ ആൾക്കാർ ഇപ്പോൾ ഈ സിനിമ ചിലപ്പോൾ കാണുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള മലയാളികൾക്ക്, ഔട്ട്സൈഡ് മലപ്പുറമുള്ള ആൾക്കാർക്കും, അഭിലാഷിന്റെ കാര്യം ഞാൻ പറയുക, അവർക്കും വെച്ചാൽ അയൽവക്കത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന പോലത്തേക്കുള്ള സിറ്റുവേഷൻസും സാഹചര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് ഒരു ക്യാരക്ടർ പോലും ഒരു സൂപ്പർ പവറുള്ള ഒരു കഥാപാത്രമല്ല. ചിലപ്പം എല്ലാ പ്രാവശ്യവും വിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. നമ്മൾ കഴിഞ്ഞ ഇപ്പം വന്നിരിക്കുന്ന സിനിമകളൊക്കെ, ഇപ്പം താങ്കൾ പറഞ്ഞ പോലത്തെ ജോണറിലുള്ള സിനിമകളൊക്കെ വിന്നിങ് ചിലപ്പോൾ കുറവായിരിക്കും. തിയേറ്റർ വിന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ക്യാരക്ടേഴ്സ് വിൻ ചെയ്യുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിൻ ചെയ്തോണ്ടിരിക്കുവല്ലോ. നമ്മളും ലൂസ് ചെയ്തിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ചില സബ്ജക്റ്റിൽ നമ്മൾ ഫെയിൽ ആയിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടുള്ള ചില കുട്ടികൾ മാത്രമേ കാണുള്ളൂ എല്ലാ സബ്ജക്ട്സിലും പാസ്സാവുന്നത്. അന്നൊക്കെ മാർക്സ് ആണ്, പക്ഷെ ഇപ്പൊ എല്ലാവരും പാസ്സാവുന്നുണ്ട് തോന്നല്ലേ. A, B ഒക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് പഠിക്കുന്നുണ്ട്.